വാട്സ്ആപ്പ് ഗായ്സ്, ഇറ്റ്സ് മീ ജോബിങ് ഹിയർ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഷെറിലാൻഡ് ലോഫ്റ്റാണ്. നമ്മൾ ഷെറിലാൻഡ് ലോഫ്റ്റ് 2 പ്രാവശ്യം ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് നമ്മുടെ ചാനൽ. നമ്മളെ ചാനൽ കാണിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ പ്രാവൾ കീപ്പ് ചെയ്തിട്ടുള്ളത് വന്നിട്ട് പുറത്തുനിന്ന് വേറെയും സ്ഥലങ്ങളിൽ പോയി നല്ല നല്ല ക്വാളിറ്റിയുള്ള പ്രാവൾ എടുത്തുകൊണ്ടുവന്ന് കീപ്പ് ചെയ്തിട്ടുള്ള പ്രാവളുള്ള കളക്ഷൻ ഉള്ളതാണ്. അതേപോലെ തന്നെ വർഷത്തിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യം ഒരു പ്രാവിന് 1 പ്രാവശ്യം മാക്സിമം ഒക്കെ ബ്രീഡ് ചെയ്യുന്നത്. കൂടുതൽ നല്ല റിസൾട്ടുള്ള ചിക്സിനെ എടുക്കാൻ നോക്കാറുണ്ട്. വന്നിട്ട് ശരിക്കും പ്രാവളാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇതെല്ലാം ജസ്റ്റ് സിംഗിളായിട്ട് കീപ്പ് ചെയ്തിരിക്കുന്നതാണ്, നല്ല ലൈനിലുള്ളത്. അതേപോലെ തന്നെ മെയിൽ പ്രാവുകളാണ് ഇതെല്ലാം. അതേപോലെ ഇത് ഫീമെയിൽ. പക്ഷേ അണ്ണൻ മോസ്റ്റ്ലി ജോഡി ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ജോഡി 3 ജോഡി അങ്ങനെയൊക്കെ ജോഡി ഇടാനുള്ളത്. ഇതൊക്കെ ചിക്സാണ്, കുഞ്ഞുങ്ങളാണ്. ഇതിലിപ്പോൾ ആ കൂടി ഒരു ജോഡി മാത്രമാണ് ഇവിടെ വച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ കൂട്ടിലും അതേപോലെ തന്നെ ആ കൂടി വച്ചിരിക്കുന്നത് ഒരു 3 ജോഡി 4 ജോഡി 3 ജോഡി 4 ജോഡി തന്നെ ആ കൂടി ഇട്ടിട്ടുള്ളത്. അതേപോലെ വച്ച് കീപ്പ് ചെയ്ത് നല്ല രീതിയിൽ റിസൾട്ട് ഇറക്കുന്നതാണ്. കുഞ്ഞന്മാരെ വന്നിട്ട് അധികം ഓവറായിട്ട് ബ്രീഡ് ചെയ്യിപ്പിക്കാതെയും നല്ല രീതിയിൽ കുഞ്ഞന്മാരെ റിസൾട്ട് ഇറക്കി ഇത് പറപ്പിച്ചിട്ടുണ്ടല്ലോ. എത്ര ഇപ്പോൾ വെച്ചിട്ടുണ്ടോ? മാക്സിമം ഒരു നമ്മൾ പറവയ്ക്ക് വേണ്ടി ഏകദേശം ഒരു 8-9 മണിക്കൂർ പറത്തി വെട്ടി വെച്ച്. പക്ഷേ ഈ കൊല്ലം പറ വിടാത്തതുകൊണ്ട് കൂടുതലും ഓടിക്കാത്ത കുഞ്ഞന്മാരാണ് കിടക്കുന്നത്. മുമ്പ് ഓടിച്ച പ്രാവള കിടപ്പുണ്ട്. ഓക്കെ, ഇപ്രാവശ്യം അങ്ങനെ ആക്ച്വലി പറത്താനുള്ള ഒരു സിറ്റുവേഷൻ കിട്ടിയില്ല. വന്നിട്ടാണ് ടൂർണമെന്റിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടാണ് കുഞ്ഞന്മാരെ. പക്ഷേ ആ രീതിയിലേക്ക് പറത്താൻ വേണ്ടിയുള്ള ഒരു ടൈം കിട്ടാത്തതുകൊണ്ട്, സമയം കിട്ടാത്തതുകൊണ്ട് തന്നെ അണ്ണം പറപ്പിക്കാനുള്ള ഒരു സിറ്റുവേഷൻ കിട്ടിയില്ല. പക്ഷെ അണ്ണൻ്റെ നല്ല റിസൾട്ടുള്ള പ്രാവളം ഉണ്ടല്ലേ. ഇപ്പോൾ ഇതിനു മുമ്പ് ടൂർണമെന്റ് കഴിഞ്ഞ കൊല്ലം ടൂർണമെന്റ് കിട്ടതിൽ ഒരു 15 മേളിൽ പറന്ന് പ്രാവ്. ലൈറ്റ് മിസ്സായി. ഓക്കെ 15 മേളിൽ പറഞ്ഞ് പോയി. ലൈറ്റ് വെച്ചിട്ടില്ലല്ലേ? ലൈറ്റ് ഫോക്കസ് ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 15 മേളിൽ പറഞ്ഞു. സാധനം ഓടിച്ച പ്രാവാണ്. പക്ഷേ സീഡ് വെക്കുന്ന ഓക്കെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് പ്രാവളൊക്കെ ഒന്ന് കാണാം അല്ലേടാ. എന്നിട്ട് കൂടുതലെണ്ണം എവിടുത്തെ ലൈനൊക്കെയാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്? ഞാൻ തന്ന നാഗർകോവിലുള്ള എല്ലാ സുരേഷിൻ്റെ ലൈനൊക്കെ ഉണ്ട്. ഓക്കെ കടപ്പാണെന്ന ലൈനുണ്ട്. അങ്ങനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇതിലുള്ള ഏകദേശം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലേ? പുതിയ ആൾക്കാരും ഉണ്ട്. ഇതിൽ 2-3 ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മളിവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഉണ്ടായിരുന്ന 1-2 എണ്ണം ഇതിലുണ്ട്. നമുക്ക് കുഞ്ഞുങ്ങളാണ്. ഇതൊക്കെ ഓട്ടിച്ച് വെട്ടി വച്ചിരുന്ന കുഞ്ഞുങ്ങളാണ്. ഓക്കെ എന്റെ ലൈനേജിൽ നിന്ന് കീപ്പ് ചെയ്ത കുഞ്ഞുങ്ങളാണ്. ഇറക്കി കൊണ്ടുവരാം. ഇവരൊക്കെ റിസൾട്ട് ഒക്കെ എങ്ങനെയാണ്? ഒരു 7-8 മണിക്കൂർ പാർട്ടിപ്പോൾ ഈ പ്രാവശ്യത്തിന് വേണ്ടി വെട്ടി വെച്ചിരിക്കുന്നു. ഈ അടുത്ത കൊല്ലം വിടാണ്ട് വെട്ടാനും കണക്കാട് വെട്ടി വെച്ചിരിക്കുന്നു. ഈ ടൂർണമെന്റ് വിടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? എപ്പോഴും ഇപ്പോൾ ചിക്സ് ഇറക്കണതും ചിക്സിന് അടുത്ത ഈ പറഞ്ഞ ടൂർണമെന്റ് ഏകദേശം ഇനി 9 മാസം കഴിഞ്ഞ ടൂർണമെന്റ് ആണ്. അപ്പൊ ഇതിനൊക്കെ 1 വയസ്സ് പ്രായമാണ്. അപ്പൊ നമുക്ക് കറക്റ്റ് സെറ്റ് ചെയ്യാം. 1 വയസ്സ് പ്രായത്തിന്റെ അത് എത്ര പ്രാവശ്യം ഇതിനെ ചുറ്റിക്കാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ഒരു 7 ചുറ്റിപ്പോ കൊടുത്തിട്ടുള്ളൂ. വന്നിട്ട് ഇപ്പൊ കുഞ്ഞ് ഇറക്കി 2 കളിയൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഈ പ്രാവ് എങ്ങനെ ഓടുമെന്നൊക്കെ. നമുക്ക് ഇതൊക്കെ 8-9 മണിക്കൂർ നിസ്സാരം പോലെ കയറിയതാണ്. എത്ര കളിയിൽ സ്റ്റാർട്ട് ചെയ്യണം? നമ്മള് പ്രാവിനെ പറപ്പിക്കുമ്പോൾ ഒരു 2 കല്ലെങ്കിലും ആവും. 1 കല്ല് 2 കഴിയാതെ പറപ്പിച്ചിട്ട് കാര്യമില്ല. പിന്നെ പോയിട്ട് നമ്മൾ അതിനെ കുറിച്ച് വിഷമായിട്ടും കാര്യമില്ല. നമ്മൾ അതിന് വേണ്ടിയുള്ള കുറച്ച് സാവധാനമാണ്. അപ്പം 2 കളിയിൽ സ്റ്റാർട്ട് ചെയ്ത് ഫുഡ് മൂട്ടയുള്ളതാണ് കേട്ടോ. അതിന്റെ തൊട്ട് കൂടെ ഒരു ചൂടുള്ളതാണ്. ഒരു സെറ്റിൽ ഇറങ്ങിയതാണ്. മെയിൽ തന്നെയല്ലേ 2 ഇറങ്ങിയത്? ഇതെല്ലാം ഒരു ടൈമിൽ ഇറങ്ങിയ കുഞ്ഞുങ്ങളാണ്. ഫീമെയിൽ അല്ലേ? അത് മെയിൽ. ഈ മെയിൽ ഫീമെയിൽ ഇപ്പം വന്നിട്ട് നമ്മൾ ടൂർണമെന്റിന് വേണ്ടി നമുക്ക് ഏതാണ് കൂടുതൽ ബെസ്റ്റ്? ഇപ്പം ടൈം വയ്ക്കാൻ കൂടുതലും നല്ലത് മെയിലാണ്. മെയിൽ തന്നെ. പിന്നെ മസ്ത് കയറി ചെയ്യുന്ന നമുക്ക് അതിലുള്ള ടെൻഷൻ ഉണ്ടാകും. മനസ്സിലായി? മസ്തായിരുന്ന പ്രാവിന് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ ടൂർണമെന്റ് ടൈമിൽ അണ്ണം കൊടുക്കുന്ന ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ? ടൂർണമെന്റ് ടൈമിൽ നമ്മൾ കടലയും നമ്മുടെ മിക്സ്ഡ് ഫുഡ് താഴെ കാണുന്നുണ്ട്. ഇത് രാഗി കമ്പം പുല്ലെല്ലാം ഉണ്ടല്ലേ? അതെല്ലാം ഉണ്ട്. ചോളപ്പൊടി ഇതിലില്ല. ഇപ്പം ഇതിൽ ഉണ്ട്, കുറച്ചുണ്ട്. കടലെല്ലാം കടലെല്ലാം നമ്മൾ കറക്കുന്ന സമയത്ത് ഓരോ പ്രാവിനായിട്ടുള്ള ഒരു 10-20 കടല ഇതാകും. ഇങ്ങനെ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ഫുഡ് കൊടുത്ത് ക്ലിയർ ചെയ്യും. എല്ലാ സമയത്തും നോർമൽ ഫുഡാണ് കൊടുക്കുന്നത്. ഈ ബ്രീഡിങ് ചെയ്യാൻ നേരത്തെ നോക്കുന്ന ശ്രദ്ധിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ഇര ഇറക്കണം. എത്ര മാസം മാറ്റിയിടാറുണ്ട്? ഇപ്പോൾ ഒരു പേരൊക്കെ നമ്മളിപ്പോൾ വർഷത്തിൽ ജോഡി ഇടും. മോസ്റ്റ്ലി മാറി നമ്മൾ ഇര ഇറക്കിയിട്ട് വിടും പ്രാവിനെ. മോസ്റ്റ്ലി അതിന് സെപ്പറേറ്റ് തന്നെ നടത്തിയിട്ട് ജോഡിയുടെ നേരം ആകുമ്പോൾ വിരകളൊക്കെ ഇളക്കി ഒന്ന് കീപ്പ് ചെയ്യുക. ഈ വിരളക്കിയതിന് ശേഷം എത്ര മാസം കഴിഞ്ഞിട്ട്, എത്ര ദിവസം കഴിഞ്ഞിട്ടാണ്?
രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഇടാം. രണ്ടാഴ്ച കഴിയുമ്പോൾ പ്രാവ് ഫുള്ള് സെറ്റ് ആവും. ഓക്കെ ഓക്കെ. ഈ ഇപ്പോൾ ഈ വേറെ അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പം പ്രാവ് വരുന്ന നോർമലി, അപ്പോൾ അതിനൊക്കെ വരുന്ന ഈ പ്രാവിനുണ്ടാകുന്ന ഒരു ഉണക്ക അസുഖം ഉണ്ടല്ലോ, ക്ഷീണിച്ചു പോകുന്നത് ഫുഡ് എടുക്കാതെ, അങ്ങനെ വരുന്ന അസുഖമുണ്ട്. പിന്നെ കണ്ണസുഖം, പിന്നെ തലവെട്ട്, പിന്നെ നമ്മുടെ അതിനൊക്കെ മെഡിസിൻസ് ഒക്കെ ഉണ്ട്. ജസ്റ്റ് മെഡിസിൻസ് നമുക്ക് കാണിച്ചാലോ? ഈ ഫുഡ് എടുക്കാതെ വരുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ട മെഡിസിനാണ് ഈ മെഡിസിൻ. ഓക്കെ. നമ്മൾ പ്രാവുകൾ ഫുഡ് എടുക്കാത്തൊരു സിറ്റുവേഷനിൽ പ്രാവ് കൊടുക്കാൻ പറ്റിയൊരു ഫുഡ് ജസ്റ്റ് ഒന്ന് പിടിച്ചാണ്. ഇത് 6 വായിക്കണം ഒരു ഗുളിക. ഓക്കെ. ഒരു ഗുളിക വന്നിട്ട് 6 ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഗുളിക ഒരു ദിവസം എത്ര? ഒരു കഷ്ണം കൊടുത്താൽ മതി. ഒരു ദിവസം എത്ര? ഒരു ദിവസം ഒരു കഷ്ണം. 6 വായിച്ചിട്ട് ഒരു ഗുളിക 6 വായിച്ചിട്ട് അതൊന്ന് ഒരു കഷ്ണം ഒരു പ്രാവിന്. ഓക്കെ ഓക്കെ. ഫുഡ് എടുക്കാത്ത ഒരു സിറ്റുവേഷൻ. ഓക്കെ ഓക്കെ. പിന്നെ ഈ കഫം. ഓക്കെ ഓക്കെ. കഫത്തിന് പറ്റിയ മരുന്ന്. ഇത് ഡിവൈഡ് ചെയ്യണോ അതോ? ഇത് ഡിവൈഡ് ചെയ്യണം. ഇതൊന്ന് ഒരു 3 ഡിവൈഡ് ചെയ്യണം ഈ ഗുളിക. ഇത് തുറന്നേ, ഇപ്പൊ ഇതൊന്ന് കുറച്ച് എടുത്തിട്ടുണ്ട്. ഇത് തുറന്ന് ഇതൊന്ന് ഒരു വെള്ളത്തിലാണ് തട്ടി കൊടുത്തത്. റൗണ്ട് റൗണ്ട് ആയിട്ടിരിക്കും. ഓക്കെ. ബോൾ പോലെ. ആ ബോൾ പോലെ ചെറിയ റൗണ്ട് പോലെ. പിന്നെ നമ്മുടെ നോമറ്റോളജി സിറപ്പാണ് മൊത്തം ഒരു ആന്റിബയോട്ടിക് സാധനം. എന്നിട്ട് ഇതുപോലെ തൂങ്ങി നിൽക്കുന്ന പ്രാവുകളുണ്ടല്ലോ, നിൽക്കുന്ന പ്രാവിന് കൊടുക്കാം. മറ്റേ ഈ നമ്മള് വിംബ്രാൾ കാഷ്ടത്തിലൊരു ചെറിയ വ്യത്യാസം അതിനൊക്കെ ഇത് കൊടുക്കാം. പിന്നെ വിംബ്രാൾ മസ്റ്റാണ്. നമ്മള് ഇതാണെങ്കിൽ നമുക്കൊരു 4-5 തുള്ളി പോയാലും കുഴപ്പമില്ല. വിംബ്രാൾ ഒരു 3 തുള്ളി ആ അളവിനെ കൊടുക്കാം. വിംബ്രാൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പ്രാവ് വളർത്തുന്ന എല്ലാവർക്കും നമ്മുടെ വിംബ്രാൾ, കാൽഷ്യം. പിന്നെ നമ്മളെ ജലദോഷത്തിനില്ല ഇത് വരുമ്പോൾ നമ്മളെ ഏറ്റവും 200 ഇല്ലേ, നമ്മുടെ കൊച്ചു പിള്ളേർക്ക് യൂസ് ചെയ്യാനാണ്, മനുഷ്യർക്ക് യൂസ് ചെയ്യാൻ. ഇത് എത്ര 3 തുള്ളി. ഇത് കബു അങ്ങനെയുള്ളത് കടിച്ചിരിക്കുന്ന സമയത്ത് ഒരു കിറു പോലത്തെ സൗണ്ട് ഇതൊക്കെ വരുന്ന സമയത്ത് പ്രാവിന് ഇതുകൊണ്ട് ഗുണമാവും. നമ്മൾ ഓരോ പ്രാവിന്റെ കണ്ടീഷൻ പോലെ ആയിരിക്കും. നമ്മൾ പരിശ്രമിക്കണം, കാര്യമൊന്നും പറയാൻ പറ്റില്ല. പിന്നെ കണ്ണസുഖത്തിന് ഇപ്പൊ നിലവിൽ ബെസ്റ്റായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന ഇതാണ്. മറ്റേ നമ്മളെ ഈ പോക്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്ക് ഇത് കണ്ണസുഖത്തിന്. കണ്ണസുഖം എന്ന് പറയുമ്പോൾ ഈ വെള്ളം പോലെ വന്നോളൂ, കണ്ണിൽ വെള്ളം. ഇത് വന്നിട്ട് ന്യൂറോബിയന്റെ ക്യാപ്സൂളാണ്. ഇത് പ്രാവിന്റെ നരമ്പിനൊക്കെ ഇല്ലേ, ചിറകിനുള്ള, അതായത് ചിറകിന് നീരിയാറുക, അങ്ങനെ പ്രാവ് നല്ല രീതിക്ക് പറന്നു വരുന്ന പ്രാവിന് 10 മണിക്കൂറൊക്കെ പറന്ന് ഇറങ്ങുന്ന പ്രാവിനൊക്കെ ഇത് ഒരു ഗുളിക കൊടുക്കാം. നമ്മളെ ബദാമൊക്കെ പോലെ ഒരു എഫക്ട്. ഇത് നമ്മൾ നരമ്പിന്, പ്രാവിന്റെ ഫുള്ള് നരമ്പിന് മനുഷ്യന്മാർ കഴിക്കുന്നതാണ്. ഒരു കുഴപ്പമില്ല, ഒന്നും കൊടുത്തിരുന്ന ഒന്നും സംഭവിക്കില്ല. ഞാൻ കുഞ്ഞുങ്ങൾക്ക് വരെ കൊടുക്കാറുണ്ട്. ഇത് ഒരെണ്ണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇപ്പൊ കാണിച്ചു തരാം. ഇത് നമ്മള് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരുന്ന ചിലവരൊക്കെ പേടിക്കും, കുഞ്ഞുങ്ങൾ കൊടുക്കാവോ ഇല്ലെന്നൊക്കെ. നോർമലി ജസ്റ്റ് പ്രാവിന് കൊടുക്കുന്നത് അത്രത്തോളം നല്ലതാണ്. ഈ ഒരു രീതിയിൽ ഹോൾഡ് ചെയ്യുക, ജസ്റ്റ് കൊടുക്കുക, കഴിഞ്ഞ എത്ര സിമ്പിൾ പരിപാടിയാണ്. പിന്നെ നമ്മുടെ ബോക്സ് വരുന്നതിന് കൊടുക്കാനുള്ളത് പൊട്ടാസ്യം പെർമനേറ്റ് ഇല്ലേ, നമ്മുടെ പൊട്ടാസ്യം ബ്ലൂ കളർ, അതിൽ അല്പം വെള്ളം നനച്ചിട്ട് തേച്ചങ്ങോട്ട് അത് നമ്മുടെ ബക്സോ വേറെ എന്തെങ്കിലും വെച്ച് പൂവലോ എന്തെങ്കിലും കൊണ്ടെടുത്ത് ഒരു ബോക്സ് അത് പൊട്ടിച്ചിട്ട് വെക്കണോ? പൊട്ടി മുറിവൊന്നും ആക്കണ്ട, അങ്ങനെ തന്നെ നോർമലി ഒരാഴ്ച കഴിയുമ്പോൾ അത് പതിയെ കരിഞ്ഞു തുടങ്ങി. കണ്ണിന്റെ ഭാഗത്തോട്ട് വരുമ്പോൾ ഒന്ന് സൂക്ഷിച്ചാൽ മാത്രമാണ്. കണ്ണിൽ വീണ കണ്ണടിച്ചു പോകാൻ ഈ പൊട്ടാസ്യം. ഓക്കെ ഓക്കെ. നമ്മളെ മഞ്ഞളും പൊട്ടാസ്യവും ചേർത്ത് വെക്കുന്നവരുണ്ടല്ലോ ചിലർ. ഇത് അങ്ങനെ ചെയ്യുന്നവരുണ്ടോ? ഞാൻ ഇപ്പം അത് മാത്രം യൂസ് ചെയ്യുന്നത്. ഓക്കെ, പൊട്ടാസ്യം മാത്രം മതി ആക്ച്വലി. മുമ്പ് സോഡിയം പൊട്ടാസ്യം ഇല്ലേ, അതും മഞ്ഞപ്പൊടിയായിട്ട് മിക്സ് ചെയ്ത് പ്രാവിനെ മുറിച്ച് യാതൊന്നിരിക്കാതിരിക്കാനാണ് ഈ മെത്തേഡ് പറയുന്നത്. ഓക്കെ ഓക്കെ. രണ്ടും ചെയ്യാൻ പറ്റും. നമുക്ക് ഫസ്റ്റ് ഒന്ന് മെയിൻ ജോഡികൾ കാണാം. മെയിൻ ജോഡി കണ്ടതിന് ശേഷം നമുക്ക് പ്രാവിനെയൊക്കെ കാണിച്ചു എല്ലാ പ്രാവിനെയും കാണാം. നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് ജോഡികൾ ഇട്ടിരിക്കുന്നതും പിന്നെ നമ്മുടെ ഓൾഡ് ലൈനേജിൽ കീപ്പ് ചെയ്ത ആൾക്കാരെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പിന്നെ കാണാം. ഇതൊക്കെ ഇപ്പം കുഞ്ഞന്മാരാണ് ഈ ആദ്യത്തെ ഒരു 4 കൂട്ടി കിടക്കുന്നത്.
പുതിയ സെറ്റ് ചെയ്ത്. ഓക്കെ. പക്ഷേ പ്രാവ് ഇത് എൻ്റെ വന്നിട്ട് ഒരു 3 കൊല്ലമായി ഫീമെയിൽ. എൻ്റെ ഇവിടെ ഏകദേശം ഒരു 12 മണിക്കൂറിന് മേളിൽ പറന്ന പ്രാവാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ? കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 കൊല്ലം പ്രാവ്. അണ്ണനടുത്ത് പ്രാവുകൾ കൊടുക്കാറുണ്ട് കേട്ടോ. കുഞ്ഞായിരുന്നു. ഓക്കെ. ഇപ്പോൾ പ്രാവുകൾ കൊടുക്കാണ്ടല്ലോ? കൊടുക്കാനുണ്ട്. നമ്മൾ അണ്ണൻ്റെ വീട് പറഞ്ഞത് പൂന്തുറ പള്ളിയുടെ അടുത്തായിട്ടാണ് പറഞ്ഞത്. ഐസ് പ്ലാന്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വീട് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിയറസ്റ്റ് ആയിട്ട് ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട പ്രാവുകൾ എടുക്കാവുന്നതാണ്. അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണല്ലോ. അണ്ണൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് പ്രാവുകൾ ഒന്ന് കാണാം. ഇത് ശൈലിയിലെ ഫീമെയിലാണ്. ഓക്കെ. അതിൻ്റെ ഇപ്പോൾ ഇട്ട് ജോഡി മെയിൽ. ഇത് അത്യാവശ്യം ഏജ് ഉണ്ടല്ലേ? ഇത് ഏകദേശം ഒരു 5 വയസ്സ് പ്രായമുണ്ട്. 7 വയസ്സ് പ്രായമുണ്ട്. ഈ ജോഡിയുടെ നേരത്ത് ഈ കണ്ണിൻ്റെ ഇതൊക്കെ ആൾക്കാർ പറയാറുണ്ടല്ലോ, ഈ മെമ്മറി കണ്ണിൽ പലരും പല രീതിക്കാണ് നോക്കുന്നത്. നമ്മൾ ഏകദേശം നോക്കുന്ന പറന്ന പ്രാവും പിന്നെ അതിൻ്റെ കണ്ണും നഖങ്ങളും പിന്നെ അറിയാന്നുള്ള കൂട്ടിലല്ല, നമുക്ക് കിട്ടിയ അറിവിൽ നമ്മൾ കീപ്പ് ചെയ്യണം. ഓക്കെ ഓക്കെ. ഓരോരുത്തർ അവരവർ അറിവാണ്. ഓക്കെ. പിന്നെ ആരും പഠിച്ചിട്ടില്ല ഒന്ന് പൂർണ്ണമായി. ഇത് രണ്ട് വച്ചിരിക്കുന്നത് കണ്ണിൽ വ്യത്യാസമുണ്ട്. ഇത് ചെറിയ മുന്തിരി ചേർന്ന കണ്ണാണ്. ഇത് നമ്മുടെ കരിങ്കണ്ണിൽ ചേർന്ന കണ്ണാണ്. ഓക്കെ ഓക്കെ. കുഞ്ഞന്മാർ നല്ല റിസൾട്ട് ഉണ്ടല്ലോ ഇതിൻ്റെ ഒക്കെ ഇറക്കി? 2 കുഞ്ഞ് ഇരിപ്പുണ്ട്. ഓക്കെ ഓക്കെ. ഇപ്പോൾ ഇറക്കി വെച്ചിട്ടുണ്ട് 2 ചെറിയ കുഞ്ഞുങ്ങൾ. ഒന്ന് ശൈലിയിലും ഒന്ന് വെള്ളയിലാണ് അടിച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ. ഒന്ന് പ്യൂർ വൈറ്റ് ആയിട്ട് ഇറങ്ങിയല്ലേ? ഒന്ന് പ്യൂർ വൈറ്റ് വന്നിട്ട് മൂത്ത കുഞ്ഞാണ്. ഓക്കെ ഓക്കെ. ഇത് എൻ്റെ കയ്യിൽ വന്നിട്ട് ഏകദേശം 2 വർഷം കഴിഞ്ഞു. ഫീമെയിൽ ഇത് നമ്മുടെ ഒരു അനിയൻ പയ്യന് പറന്ന പ്രാവാണ്. ഏകദേശം ഒരു 13 മണിക്കൂറോളം പറന്ന ഫീമെയിലാണ്. ഓക്കെ ഓക്കെ. ഇതിപ്പോൾ ജോഡി ഇട്ടിരിക്കുന്ന ആൾക്കാരാണ്? ഇപ്പോൾ ജോഡി സെറ്റ് ചെയ്തതാണ്. ഇത് മെയിൽ? ഇത് മെയിൽ. എൻ്റെ കയ്യിൽ ഒരു ഏകദേശം ഒരു 5 വർഷമായി. മെമ്മറി നല്ല മെമ്മറിയുള്ള പ്രാവാണ്. ഓക്കെ ഓക്കെ. ഇത് പൊട്ടടിച്ചിരിക്കുന്ന ആൾക്കാരാണല്ലേ? ഈ നല്ല ഹൈറ്റിൽ നിന്ന് പറഞ്ഞതാണ്. ഇതിൻ്റെ മെമ്മറി എന്ന് പറയാൻ കാരണം ഇത് വന്നേറിയ പ്രാവാണ്. ഓക്കെ ഓക്കെ. ഈ കമ്മ്യൂണിറ്റികളിലൊന്ന് ഇരുന്ന് 4 ദിവസമായിട്ട് ആർക്കും ഇറങ്ങാതെ പൈമാരിട്ട് മേളിൽ നിന്ന് പിടിച്ച പ്രാവാണ്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ തിരിച്ച് കൊടുത്തു പൈമാർ പറത്തി നിന്നാലും ഇവിടെ വന്ന് 4 ദിവസം ഇതിലിരിക്കും. ഓക്കെ. 5-ാം ദിവസം അതിൻ്റെ തപ്പിലിറങ്ങി. ഓക്കെ. അത്രയും മെമ്മറിയാണ്. എൻ്റെ കണ്ണ് കാണുമ്പോൾ അറിയാം എന്നിട്ട് ഏത് രീതിയിലെ പ്രാവാണ് പൊട്ട്. ഇതിൻ്റെ 2 കുഞ്ഞു ഇവിടെ കിടപ്പുണ്ട്. 2 കൈക്ക് നിൽക്കാതെ പോയി. ഓക്കെ. 2 പറത്തി വെട്ടിച്ച്. ഒന്ന് വന്നിട്ട് 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു. 1-ാം കല്ലിൽ പോയിട്ട് 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു പ്രാവ്. ഓക്കെ ഓക്കെ. റിസൾട്ട് ഗ്യാരണ്ടിയാണ് എൻ്റെയൊക്കെ. ഇത് മാറിൽ എഡിസൻ്റെ പ്രാവാണ്. എഡിസൺ പ്രോ ഇല്ലേ? എഡിസണിൻ്റെ പ്രാവാണ്. അങ്ങനെ ഇറങ്ങി കിടപ്പാണ്. ഇതിനിട്ട് ജോഡി 4 വയസ്സ് പ്രായമുണ്ട്. ഓക്കെ ഓക്കെ. ഇതിനിട്ട് ജോഡി ഇപ്പം ഇതാണ് ജാക്സിനാണ്. ഇത് കണ്ണ് പച്ച കണ്ണാണ്. വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയില്ല. ഓക്കെ. ഇതിൻ്റെയും അതിൻ്റെ കുഞ്ഞാണ് നല്ലത്. ഓക്കെ ഓക്കെ. ഈ ജോഡിയുടെ ഫസ്റ്റ് കുഞ്ഞ്. ഓക്കെ ഓക്കെ. ഈ ഫീമെയിലിൻ്റെ കുഞ്ഞ് വേറെ 2-3 കിടപ്പുണ്ടാവും. ഓക്കെ ഓക്കെ. ഇതിപ്പോൾ ഒരു 3-4 ദിവസമായി ജോഡി സെറ്റ് ചെയ്തിട്ടേ. നമ്മുടെ ബൈജോണിൻ്റെ പ്രാവാണ്. അങ്ങേര് എവിടെ നിന്ന് 13 ചില്ലറ പറന്ന് പ്രാവിനെ വാങ്ങി കീപ്പ് ചെയ്ത പ്രാവാണ് ആ സമയത്ത്. ഓക്കെ ഓക്കെ. എത്ര വർഷം? ഒരു 8-9 വയസ്സിരിക്കും. ആ സമയത്ത് ഇത് 13 മേളിൽ പറന്ന് അയാൾ നല്ല കാശ് കൊടുത്ത് വാങ്ങിയ പ്രാവാണ്. അങ്ങനെ ലോഫ്റ്റ് നിർത്തിയപ്പോൾ നമുക്ക് തന്നതാണ്. ഓക്കെ ഓക്കെ. ഇതിൻ്റെ കുഞ്ഞ് എനിക്ക് കഴിഞ്ഞ കൊല്ലം 15 മുകളിൽ പറന്ന പ്രാവൻ പറയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അത് ഇതിൻ്റെ കുഞ്ഞാണ്. ഓക്കെ. ഇത് ഈ ഫീമെയിലിനകത്ത് എടുത്തതാണ്.
നമുക്ക് അടുത്ത നെക്സ്റ്റ് പേർ. കുഞ്ഞ് ഓക്കെ, നമ്മളെ വെട്ട് കണ്ണാണല്ലേ? ഒരു സൈഡ് കണ്ണടിച്ചു പോയിട്ടുണ്ട്. ആ ഓക്കെ. ഇവരൊക്കെ റിസൾട്ട് എങ്ങനെയാണ്? ഇതിന്റെ കുഞ്ഞ് ഏകദേശം ഒരു 8 മണിക്കൂർ പറത്തേന്റെ അനിയ വെട്ടി വെച്ചിരിപ്പുണ്ട്, ഇവിടെ ഉണ്ട്. ഓക്കെ, പ്രാവും കൂടി അല്പം മാറ്റിയിട്ടുണ്ട് 2 മാസത്തേക്ക്. റിസൾട്ട് എങ്ങനെയായിരുന്നു? എത്ര പറത്തി? 8 മണിക്കൂർ പറത്ത് വെട്ടി വെച്ച്. അത് നല്ലൊരു ലൈനേജ് ആയതുകൊണ്ട് അവൻ ഈ കൊല്ലം പറത്തണം വിചാരിച്ച് വെട്ടി വെച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. അതിന്റെ കുഞ്ഞ് കാണിച്ചിരുന്ന നമ്മുടെ അച്ചൂട്ടനില്ലേ? ആ അച്ചൂട്ടാണ്. നമ്മള് അച്ചൂട്ടാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ആശാനില്ലേ? ആശാന്റെ പ്രാവാണ് ഇത് രണ്ട്. ഓക്കെ ഓക്കെ. ഇതിന്റെ ഒരു കണ്ണ് അടിച്ചു പോയിട്ടുണ്ട്. കണ്ണൊരു കുത്തുകൊണ്ട് പോയതാണ്. ചെറിയൊരു ഇത് മഞ്ഞ കണ്ണാണല്ലേ? മഞ്ഞ കണ്ണ്. അതിനിട്ട് കറുത്ത മഞ്ഞയല്ല, ചെറിയൊരു ചോര വെട്ട് കണ്ണ്. ഇത് പ്യൂർ വൈറ്റ് ആണല്ലേ? ഡബിൾ കണ്ണിയല്ലേ? ഡബിൾ കണ്ണി. ഇത് ആശാന് 14 മണിക്കൂർ പറന്ന പ്രാവാണ്. ഓക്കെ ഓക്കെ. ഇതിന്റെ കുഞ്ഞുമാരൊക്കെ ഇപ്പം? ഇതിന്റെ കുഞ്ഞ് ഞാൻ ഇവിടെ ഒരു 10 മണിക്കൂർ പറത്തിയോളം വെട്ടി വെച്ചിരിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത പറകേട് സെറ്റ് ചെയ്യാനുണ്ട്. പക്ഷേ ഈ ജോഡിയല്ല, ഇതിന് എൻ്റെ ഒരു ഫീമെയിലിനാണ്. ഓക്കെ ഓക്കെ. വേറെ ഇതിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് 2 ആശാൻ മാറ്റി മാറ്റി ഒരു എത്ര പ്രാവശ്യം സെറ്റ് ചെയ്യണം? മാറ്റി മാറ്റി ഇത് അതിപ്പോൾ കുഞ്ഞെടുത്തിട്ട് ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ഇത് രണ്ടിനെ വെച്ച് ഇത് ആശാൻ തന്നെയില്ല അവരെ. ഇതിന്റെ കുഞ്ഞുങ്ങളുടെ റിസൾട്ട് അറിയണോ? ഓക്കെ. ഈ പേരായിട്ട് തന്നെയാണ്? ഇത് പേരായിട്ട് തന്നു, പക്ഷെ നമ്മൾ പേര് ഇട്ടില്ലായിരുന്നു. കൊണ്ടുവന്നപ്പോൾ നമ്മൾ മാറ്റിയിട്ടതാണ്. ഞാൻ ഇവിടെ 2 കൊല്ലം മുമ്പ് 10 മണിക്കൂർ ഓടിച്ച ഫീമെയിൽ. നല്ല മഞ്ഞ കളർ കയറിയാണ്. 10 മണിക്കൂർ പറത്തി ഓടിച്ചെന്ന് പറഞ്ഞാൽ ഫുൾ ഓടിക്കാൻ പറ്റില്ല. ആ സമയത്ത് വൈരി അടിച്ച് ഒരു സൈഡ് ചേർന്ന്. ഓക്കെ ഓക്കെ. ഇത് ഈ വൈരി അടിച്ച് കഴിഞ്ഞാൽ പിന്നെ പേടിക്കുമല്ലേ? പറക്കാൻ പേടിയായിരിക്കും. പിന്നെ ആ വീഴ്ചയിലില്ലേ പ്രായം കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഓക്കെ ഓക്കെ. ചെറിയ ഇത് ചെറിയ നമ്മൾ ഈ വൈരി അടിച്ച് വേറെ കീറിയതുണ്ടോ? ഓക്കെ ഓക്കെ. സ്റ്റിച്ചിട്ട് റെഡിയാക്കിയാണ് അല്ലേ? അതിനെ ഓട്ടിക്കാൻ പറ്റൂല. സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് അതിലത് കുഞ്ഞെടുക്കാനേ പറ്റുള്ളൂ. ഇത് ഒത്തിരി എൻ്റെ ഫ്രണ്ടിൻ്റെ പ്രാവാണ്. ഒരു 7-8 വർഷം നമ്മുടെ എല്ലാ സുരേഷ് എണ്ണയില്ലേ, അങ്ങനെ ഇത് കുഞ്ഞിലെടുത്ത പ്രാവാണ്. ഓക്കെ ഓക്കെ. കുഞ്ഞിൽ അങ്ങനെ ഒന്ന് എടുത്തിട്ടൊന്ന് അവൻ ഇവിടെ സെറ്റ് ചെയ്ത പ്രാവാണ്. ഇതിനിപ്പോൾ 7-8 വയസ്സ് കഴിഞ്ഞു. ഓക്കെ ഓക്കെ. ഇത് രണ്ടിൻ്റെയും കുഞ്ഞിതാ ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ. മെയിലായിരുന്നല്ലേ വെള്ളം? വെള്ള മെയിലാണ്, മറ്റേ ഫീമെയിലാണ്. ഓക്കെ ഓക്കെ. ഇത് നമ്മുടെ ലൈനേജ് പ്രാവാണ്. ഇവിടുത്തെ മെയിനിലൊന്നാണ് നമ്മളാ പുറ്റ്. എത്ര വയസ്സാണ്? ഇതിനൊരു 10 വയസ്സ് ഇരിക്കും. ഓക്കെ. അതിനിട്ട് ജോഡി ഇപ്പം ഓക്കെ. ഇവരൊക്കെ റിസൾട്ട് വേണ്ടപ്പെട്ട ലൈനേജിലുള്ളതാണ്. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പക്ക റിസൾട്ടാണ്. അത് എൻ്റെ മെയിന്. ഓക്കെ. എൻ്റെ സുഹൃത്തിൻ്റെ ഇത് ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് മെയിലിനെ കാട്ടി ഫീമെയിൽ എപ്പോഴും പ്രായം കുറവായിരിക്കണമല്ലോ? പ്രായം അത് അങ്ങനെ പലരുടെ കാഴ്ചപ്പാടാണ്. ഓക്കെ ഓക്കെ. ഏതെങ്കിലും ഒന്നിന് പ്രായം കുറവും ഒന്നിന് കൂടിയിരുന്നു. ഓക്കെ. ഇപ്പോൾ അഥവാ ഫീമെയിൽ പ്രായം കൂടുതലായാലും പ്രശ്നമുള്ള കാര്യമല്ല? പ്രശ്നമുള്ളതല്ല. നമുക്ക് ഓൾഡ് ലൈനേജിൽ കിട്ടുമ്പോൾ പറവ എപ്പോഴും നമ്മൾ കുറഞ്ഞ ലൈനിൽ വരുമ്പോൾ പറവ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ ഓക്കെ. ഓൾഡ് ലൈനിലാകുമ്പോൾ മെമ്മറി കംഫർട്ടബിളാണ്. ഓക്കെ. ഇതും നല്ല പ്രായമുള്ള മേലാണ്. പച്ചയിലൊരു മഞ്ഞ തരി കയറിയതല്ലേ? എത്രത്തോളം ക്യാമറയിൽ ക്ലിയർ ആവണമെന്ന് അറിയില്ല. എനിക്കിവിടെ ഒരു 14 മണിക്കൂർ പറഞ്ഞു. അതിൻ്റെ ഫീമെയിൽ ഇത് 14 പറഞ്ഞല്ലേ ഇതിൻ്റെ കുഞ്ഞന്മാർ? ഇതിൻ്റെ കുഞ്ഞല്ല, അതിൻ്റെ. ഓക്കെ ഓക്കെ. ആ മെയിൽ ഇപ്പോൾ സെറ്റ് ചെയ്തതാണ്. ഓക്കെ ഓക്കെ. 2 വർഷം മുമ്പ് ഞാൻ 14 പറത്തി കുറിച്ചിട്ടിരിക്കുകയാണ്. ഓക്കെ. ഇതിപ്പോൾ സെറ്റ് ചെയ്ത പ്രാവാണ്. സബ്ജയിൽ അന്നൊക്കെ
സബ്ജയിൽ ഈ കറുപ്പ് കണ്ണു വരുന്നതൊക്കെ നല്ല ഇതാണ് പറവയാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും ശരിയുണ്ടോ? അതിൽ അങ്ങനെയൊന്നും ഇല്ല. ആക്ച്വലി നമ്മുടെ പിന്നെ സബ്ജയിൽ റെയറായിട്ട് ഈ കറുപ്പ് കളർ കാരണമുണ്ട് അവർ പറയുന്നത്. ആ ഓക്കെ ഓക്കെ. ഡബിൾ കണ്ണി. ഇത് പൊട്ടടിക്കുന്ന ആളെ തന്നെയല്ലേ ഇവന്? ഇത് നമ്മുടെ ഇത് രണ്ട് നമ്മുടെ സുഹൃത്ത് നമുക്ക് അയച്ചു തന്ന പ്രാവാണ്. ഓക്കെ ഓക്കെ. ഇത് സബ്ജഡിയിൽ നിന്ന് വന്ന പ്രാവാണ്, അതുകൊണ്ടാണ് അതിന് തന്നെ. ഓക്കെ ഓക്കെ. ഇതിൻ്റെ പാരന്റിൽ സബ്ജ ലൈൻ ഉണ്ടല്ലേ? ലൈനുണ്ട്. ഓക്കെ. ഇപ്പോൾ അപ്പോൾ അണ്ണൻ കീപ്പ് ചെയ്തിട്ടുള്ള ഏകദേശം നമ്മുടെ മെയിൻ ആൾക്കാരെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എല്ലാം നല്ല പക്കാ റിസൾട്ടാണ്. നമ്മൾ ജസ്റ്റ് പ്രാവിനെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും പ്രാവിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത്. അത്രത്തോളം നല്ല ക്വാളിറ്റിയുള്ള പ്രാവിലാണ് അണ്ണൻ കീപ്പ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് അണ്ണൻ പേരിട്ടിരിക്കുന്ന ഒരു കുറച്ച് ആൾക്കാരെ മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ. അണ്ണൻ്റെ അടുത്ത് ഇനി കൊടുക്കാനുള്ള പ്രാവുകളും അല്ലാതെ അണ്ണൻ കീപ്പ് ചെയ്യണ ഓൾഡ് ലൈനേജിലുള്ള പ്രാവുകൾ ഇനിയും ഉണ്ട്. അത് നമ്മൾ ജസ്റ്റ് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് പാർട്ട് 2 ആയിട്ട് കാണിക്കുന്നതാണ്. കാരണം വെച്ചാൽ ഇപ്പോഴേ ഓൾറെഡി 20 മിനിറ്റോളം വീഡിയോ വന്നിട്ടുണ്ട് ലെന്ത്. സോ അണ്ണൻ്റെ അടുത്ത് ഇപ്പം പ്രാവുകൾ കൊടുക്കാനുള്ള പ്രാവുകളുണ്ട്. സോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ജസ്റ്റ് അണ്ണൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിരിക്കാം. നിങ്ങൾ ജസ്റ്റ് അണ്ണനെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രാവുകളുടെ ഡീറ്റെയിൽസും ഫോട്ടോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അണ്ണ അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് പൂന്തുറയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൂന്തുറ ഐസ് ഫാക്ടറി അതാണ് ഐസ് ഫാക്ടറി ഉള്ളത്. ഐസ് ഫാക്ടറി അടുത്ത് അല്ലാന്നുണ്ടെങ്കിൽ പൂന്തുറ പള്ളിയുടെ അടുത്താണ് അണ്ണൻ്റെ വീട് വരുന്നത്. സോ ഈസി ആയിട്ട് നോട്ടീസ് ചെയ്യാൻ പറ്റും. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ പോസിബിളാണ്. കേരളത്തിൻ്റെ എവിടെയാണെന്നുണ്ടെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ പോസിബിളാണ്. ക്വാളിറ്റി ബാക്കി ടൈം ഫോട്ടോ അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും പ്രൈസ് അടക്കം എങ്ങനെയാണ് സ്റ്റാർട്ടിങ് ഒരു റേഞ്ച് വരുന്നത്? സ്റ്റാർട്ടിങ് നമ്മൾ 500 കൊടുക്കാനുണ്ട്. 500, 600, 700. ഓക്കെ. പ്രാവിന്റെ ക്വാളിറ്റി പറഞ്ഞ് നമ്മൾ കൊടുക്കും. അപ്പോൾ ഒരു 500 തൊട്ട് മെയിലിൽ നമുക്ക് ഇത്തിരി കുറച്ച് കൂടുതൽ കൊടുക്കാറുണ്ട്. ഓക്കെ. 500 തൊട്ട് കൊടുക്കാനുള്ള ആൾക്കാരുണ്ട്. വന്നിട്ട് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. അണ്ണൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമൻറ്റ് ബോക്സിലും ഞാൻ നമ്പർ പിൻ ചെയ്തിരിക്കാം. സോ നിങ്ങൾക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക, കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. ഓക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.